ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണുള്ള ബട്ടർ സ്വീറ്റ് കോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല, എന്നാലും ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിൽ പലരും പുറത്തു പോകുമ്പോഴാണ് കുട്ടികൾക്ക് ഇത് വാങ്ങിക്കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അറിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഏത് നേരത്തും റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇതിൻ്റേത്. അപ്പോൾ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോയിലോട്ട് പോകും മുന്നേ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഈ ചോളത്തിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ചോളം എടുക്കുമ്പോൾ അധികം മൂക്കാത്ത തന്നെ എടുക്കുക. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്ത ശേഷം ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ സ്വീറ്റ്സ് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിത് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ഇതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും കുക്ക് ചെയ്യണമെന്നില്ല, പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി വന്ന ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്തെടുക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഉപ്പും കുരുമുളകും കോണിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില സ്ഥലത്ത് മല്ലിയില ഇടും, ചിലത്ത് ഇടാറില്ല. അപ്പം ഞാൻ എന്തായാലും കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ബട്ടറും ഉപ്പും ഒക്കെ നന്നായിട്ട് നമ്മൾ കോണിൽ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ബട്ടർ സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി സ്പൈസി ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിത് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതിൽ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ലൊരു സ്പൈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ് ഈ സ്വീറ്റ് കോണിൻ്റെ റെസിപ്പീസ്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്കിതിൽ ഏത് ഫ്ലേവറാണ് ഇഷ്ടമായിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.